പ്രതിപക്ഷ പ്രതിഷേധത്തിൽ അലങ്കോലമായി കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരണം ചട്ടങ്ങൾ പാലിക്കാതെയാണ് നടന്നതെന്നും CPI അധികാര തർക്കമാണ് ഇതിന് കാരണമെന്നും UDF ആരോപിച്ചു. കയ്യാങ്കളിയിലേക്ക് എത്തിയ പ്രതിഷേധം രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിന് ഉദാഹരണമെന്ന് മേയർ പ്രതിപക്ഷത്തെ വിമർശിച്ചു. അധികാര കച്ചവടം, മുഖമില്ലാത്ത ബജറ്റ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം കൗൺസിൽ ഹാളിലെത്തിയത്. തുടർന്ന് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ മുദ്രാവാക്യം. മേയർ എത്തിയപ്പോൾ പ്രതിഷേധത്തിന്റെ മൂർച്ച കൂടി. അനുനയങ്ങൾക്ക് വഴങ്ങാതിരുന്ന പ്രതിപക്ഷം ബജറ്റ് കീറിയെറിഞ്ഞു. പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതിനിടെ സെക്രട്ടറി ബജറ്റ് മേശപ്പുറത്ത് വെച്ചു. CPI തർക്കമുള്ളതാണെന്നും പ്രതിപക്ഷ വിമർശനം തള്ളുന്നില്ലെന്നും മേയർ. അല്ല, CPM-ഉം CPI-യും തമ്മിൽ ഉഭയകക്ഷി തർക്കങ്ങളില്ലായിരുന്നെന്നോ ഉഭയകക്ഷി ചർച്ചകൾ നടന്നില്ലായിരുന്നെന്നൊന്നും ഞാൻ നിങ്ങളെ ആരെയും ഒരു നുണ പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിക്കുന്ന എൻ്റെ ശൈലിയല്ല, ഞാൻ പറയൂല. ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം ഞാൻ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. CPM-CPI തമ്മിൽ സ്വാഭാവികമായും ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊന്നും അത് നിസ്സംശയം ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ ഏതെങ്കിലും നിയമപരമായ ഒരു കാര്യം നടത്താതിരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല. സാഹചര്യം വിശദീകരിച്ച പ്രതിപക്ഷം പ്രതിഷേധം തുടരുമെന്നും വ്യക്തമാക്കി. ബഡ്ജറ്റ് വെറുതെ ഒരു തനിയാവർത്തനം മാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ സെയിം തന്നെ എല്ലാം ഫോട്ടോ കോപ്പി എടുത്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കണേ. ഡെപ്യൂട്ടി മേയറും അതോടൊപ്പം മേയറും ഈ ഭരണസമിതി നടത്താൻ കഴിവില്ലാത്ത മേയറും രാജിവെക്കണമെന്ന് UDF-ന്റെ ആവശ്യം. മാലിന്യ സംസ്കരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും മുൻഗണന നൽകുന്ന ബജറ്റിന്റെ ചർച്ച സജീവമാകുമ്പോൾ ഭരണപക്ഷത്തെ ചേരിപ്പോരും ബജറ്റ് അവതരണത്തിലെ സംഘർഷവും ചർച്ചയാകും. ജനം, കൊച്ചി.